ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഭിന്നശേഷി സംവരണം സംബന്ധിച്ച് നിയമനങ്ങൾ സമയബന്ധമായി നടത്തുന്നതിനും കാലതാമസം ഒഴിവാക്കുന്നതിനും ജില്ലാതല സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. പ്രസ്തുത സമിതികൾ പരിശോധിക്കുന്ന അപേക്ഷകൾക്ക് ശേഷം നിലനിൽക്കുന്ന പരാതികൾ പരിശോധിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ നവംബർ 10-ന് ഒരു അദാലത്ത് സംഘടിപ്പിക്കുന്നതാണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് അദാലത്തിലേക്കുള്ള അപേക്ഷകർ ഒക്ടോബർ 30-നകം ബന്ധപ്പെട്ട രേഖകളടക്കം സംസ്ഥാനതല സമിതിയുടെ കൺവീനറായ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിക്കേണ്ടതാണ്. ഈ അദാലത്തിൽ ബന്ധപ്പെട്ട രേഖയുമായി സമർപ്പിക്കാതെ പിന്നെ പരാതിയുമായിട്ട് നടന്നിട്ട് ഇനിയൊരു അവസരം ഉണ്ടാവില്ല. അധ്യാപക നിയമനം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായ ശ്രീ ദീപാങ്കർ ദത്ത, ശ്രീ മൻമോഹൻ എന്നിവർ വിവിധ ഹൈക്കോടതികളിൽ നിന്നുള്ള ഉത്തരവുകളെ ചോദ്യം ചെയ്യുന്ന 28 സിവിൽ അപ്പീലുകൾ പരിശോധിച്ചുകൊണ്ട് 2025 സെപ്റ്റംബർ 1-ന് വിധി പ്രഖ്യാപിച്ചു. ഈ കേസുകളിൽ പരിഗണിച്ച പ്രധാന ചോദ്യങ്ങൾ: അധ്യാപക യോഗ്യതാ പരീക്ഷ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബാധകമാണോ എന്നും, ടെറ്റ് യോഗ്യത നേടുന്നത് അധ്യാപക നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും നിർബന്ധമാണോ എന്നതുമായിരുന്നു. അധ്യാപക നിയമനത്തിന് ടെറ്റ് യോഗ്യത നിർബന്ധമാക്കുന്നത് ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ അവകാശങ്ങളെ ബാധിക്കുമോ എന്നും കോടതി പരിശോധിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം 2009 വരുന്നതിന് മുമ്പ് നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത നിർബന്ധമാണോ എന്നതും പരിഗണന വിഷയമായിരുന്നു. RTE ആക്ട് അനുസരിച്ച് ടെറ്റ് യോഗ്യത നിർബന്ധമാണ്. അത് നേടാത്ത ഇൻ സർവീസ് അധ്യാപകർക്ക് സർവീസിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെടും. വിധിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. മറ്റ് യോഗ്യത എന്നത് നിയമത്തിലുള്ള ഒരു മിനിമം യോഗ്യതയായി കണക്കാക്കണം. ഇത് സ്ഥാനക്കയറ്റത്തിനും ബാധകമാണ്. RTE ആക്ട് പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും ബാധകമാണെന്ന കാര്യം പരിശോധിക്കുവാൻ വിഷയം വിശാല ബെഞ്ചിൽ വിടുന്ന കാര്യം പരിഗണിക്കുവാൻ 2-അംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി. കോടതിയുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് RTE നിയമം വരുന്നതിന് മുൻപ് നിയമിക്കപ്പെട്ട ഇൻ സർവീസ് അധ്യാപകർക്ക് സ്ഥാനക്കയറ്റത്തിന് ടെറ്റ് യോഗ്യത നിർബന്ധമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നതിന് ഏറെ മുമ്പ് തന്നെ നിയമിതരായിട്ടുള്ള അധ്യാപകരുമുണ്ട്. അവർ 2-3 പതിറ്റാണ്ടുകൾ സേവനമനുഷ്ഠിച്ചവരാണ്. തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പരാതികൾക്കൊന്നും ഇടമില്ലാതെ തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള അധ്യാപകരെ ടെറ്റ് യോഗ്യത നേടിയില്ലെന്നതിൻ്റെ പേരിൽ പുറത്താക്കുന്നത് കഠിനമാണെങ്കിലും ഒരു നിയമം നടപ്പിലാക്കുന്നത് തിന്മയായി കാണാൻ കഴിയില്ല. വിധി പാരാഗ്രാഫ് 215. കോടതി വിധിയിൽ കോടതി സങ്കടപ്പെടുകയാണ്. കോടതി വിധിയുടെ രീതിയിൽ 2025 സെപ്റ്റംബർ 1-ൽ നിന്നും 5 വർഷത്തിൽ താഴെ മാത്രം സർവീസ് ബാക്കിയുള്ള സീനിയറായ അധ്യാപകർക്ക് റിട്ടയർമെൻറ്റ് വരെ സർവീസ് തുടരാം. ടെറ്റ് യോഗ്യത നേടിയില്ലെങ്കിൽ മാത്രമേ ഇത്തരക്കാരെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കാൻ കഴിയൂ. കോടതി വിധി പാരഗ്രാഫ് 216 പറയുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള 5 വർഷത്തിലെ അധികം സർവീസുള്ള അധ്യാപകർ സർവീസിൽ തുടരണമെങ്കിൽ ഈ ഉത്തരവ് മുതൽ 2 വർഷത്തിനകം ടെറ്റ് യോഗ്യത നേടണം. ഏതെങ്കിലും അധ്യാപകർ നിശ്ചിത സമയത്തിനകം യോഗ്യത നേടിയില്ലെങ്കിൽ അവർക്ക് ജോലി അവസാനിപ്പിക്കേണ്ടി വരും. അവർ നിർബന്ധമായി റിട്ടയർ ചെയ്യണം. കോടതി വിധി പാരഗ്രാഫ് 217. 2009 ആഗസ്റ്റ് 27-ന് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം 2017-ൽ പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ ഭേദഗതി 2010-ലെ NCTE നോട്ടിഫിക്കേഷനുമാണ് കോടതി വിധിയിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇവയാണ് കോടതി വിധിക്ക് അടിസ്ഥാനം.
2009 കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് 2017 മോദി സർക്കാരുമാണ് കേന്ദ്രം ഭരിച്ചിരുന്നത്. അതാണ് ഒരു പോയിന്റ്. 2009 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ്, 2017 മോദി. ഒരു തൊഴിൽ മേഖലയെ യോഗ്യത മാറ്റം വരുത്തുമ്പോൾ നിയമം വരുന്നതിന് മുമ്പുള്ളവർക്ക് സംരക്ഷണം നൽകുക എന്നത് കീഴ്വഴക്കം പതിവുള്ളതാണ്. ഒരു തൊഴിൽ മേഖലയിലെ യോഗ്യത മാറ്റം വരുത്തുമ്പോൾ നിയമം വരുന്നതിന് മുമ്പുള്ളവർക്ക് സംരക്ഷണം നൽകുക എന്ന കീഴ്വഴക്കം പതിവുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് സർക്കാരോ മോദി സർക്കാരോ ഇതിന് തയ്യാറായില്ല. എന്ന് മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ മേൽ ഉദ്യോഗസ്ഥതല സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഇന്ത്യയിലൊട്ടാകെ ഈ വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അധ്യാപകരുടെ ജോലി എന്നതിന് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇത് സംഭവിപ്പിക്കും. കേരളത്തിലെ ഭൂരിഭാഗം അധ്യാപകരെയും ഇത് ദോഷകരമായി ബാധിക്കും. പ്രൊമോഷനുകൾ, നിയമനങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും സങ്കീർണമാകും. ഭരണഘടനാ പ്രകാരം വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ രൂപ കൊടുക്കുന്ന നിയമങ്ങൾക്ക് മേൽക്കൈയും ഉണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിശോധിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളും ചട്ടങ്ങളുമാണ്. ഈ സങ്കീർണമായ സാഹചര്യം മറികടക്കുവാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണം. കേരളത്തിലെ അധ്യാപകരുടെ യോഗ്യത കാലോചിതമായി പരിഷ്കരിച്ച അവസരത്തിലെല്ലാം നിലവിലുള്ളവരെ സംരക്ഷിച്ചാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഭാഷാ അധ്യാപക നിയമനം, പ്രൈമറി അധ്യാപക നിയമനം എന്നിവയെല്ലാം ഉദാഹരണങ്ങളാണ്. എന്തായാലും നിലവിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുകയോ ചെയ്യാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കൊരു 50,000-ഓളം വരുന്ന അധ്യാപകരെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് കണക്കെടുത്തിട്ടില്ല. 50,000-ഓളം വരുന്ന ആൾക്കാർ. അതൊരു വ്യക്തത. 2 സ്റ്റേറ്റുകളാണല്ലോ കേസിൽ വന്ന്, നമ്മളതൊരു കേസ് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ട് സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത തേടിക്കൊണ്ടുള്ള ഹർജിയോ കൊടുക്കാൻ